ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മളിന്ന് മൂന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കാനായിട്ട് പോകുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ പറയുന്നതിന് മുന്നേ കുറച്ച് ഇൻട്രൊഡക്ഷൻ പറയുകയാണ്. അപ്പോൾ ഈ പിക്ചർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിൽ ഒന്നാമത്തെ പിക്ചർ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കളക്ഷൻ ഓഫ് ടോയ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. കളക്ഷൻ ഓഫ് ടോയ്സ്. കുറേ ടോയ്സ് നമ്മൾ വെറുതെ ഡംപ് ചെയ്തിട്ടിരിക്കുകയാണ്. കുറേ ടോയ്സ് വാരിക്കൂട്ടി ഇട്ടിരിക്കുകയാണ് അല്ലേ? ആ ഒന്നാമത്തെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ, രണ്ടാമത്തെ പിക്ചർ നോക്കൂ. ഇവിടെ ഒരു സ്റ്റാൻഡിൽ നമ്മൾ പ്ലേറ്റുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. സ്റ്റാൻഡിൽ പ്ലേറ്റുകൾ അടുക്കി വെച്ചിരിക്കുന്നു, ഒരു ഓർഡറിൽ അടുക്കി വെച്ചിരിക്കുന്നു അല്ലേ? മൂന്നാമത്തെ പിക്ചർ നോക്കൂ. ഇവിടെ സി ഡി നമ്മളിങ്ങനെ അടുക്കി ഒന്നിന് മുകളിൽ ഒന്നായി സി ഡി അടുക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, സി ഡി പാക്കിൻ്റെ പിക്ചറാണ് മൂന്നാമതായി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമതായി കാണിച്ചിരിക്കുന്നത് കുറേ ടോയ്സ് വെറുതെ വാരിക്കൂട്ടിയിട്ടിരിക്കുന്നു. രണ്ടാമത്തെ പിക്ചറിൽ എന്താണ് കാണുന്നത്? ഒരു സ്റ്റാൻഡിൽ പ്ലേറ്റുകൾ അടുക്കി വെച്ചിരിക്കുന്നു. മൂന്നാമത്തെ പിക്ചറിൽ സി ഡി പാക്കാണ് കാണിച്ചിരിക്കുന്നത്. സി ഡികൾ ഓരോന്നായി ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്നു. നാലാമത്തെ താഴത്തെ പിക്ചർ നോക്കൂ. അവിടെ എന്താണ്? കുറച്ച് പെൺകുട്ടികൾ വരിവരിയായി നിൽക്കുന്നു, ഓട്ടോറിക്ഷകൾ വരിവരിയായി നിൽക്കുന്നു അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? ഒരു ക്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായി ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ ഓട്ടോറിക്ഷയും ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇരിക്കുന്നു. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഇവിടെ ടോയ്സ് ഡംപ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരു ടോയെ നമുക്കൊന്ന് എടുത്തൊരു കുട്ടിക്ക് കൊടുക്കണം. ഒരു കുട്ടിക്ക് ആ കുട്ടി പറയുന്ന ഒരു ടോയ് ഇതിൽ നിന്ന് നമുക്കൊന്ന് എടുത്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡംപ് ചെയ്ത് ഒരുമിച്ച് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കാരണം ഇതിൽ നിന്ന് ഒരെണ്ണത്തിനെ തിരഞ്ഞു പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ ആ ടോയ് നമ്മൾ കണ്ടുപിടിച്ചെടുക്കാൻ നമുക്ക് കുറച്ച് കൂടുതൽ ടൈം എടുക്കുന്നു. പക്ഷെ രണ്ടാമത്തെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഇവിടെ പ്ലേറ്റുകൾ എന്താണ്? ഒരു സ്റ്റാൻഡിൽ അടുക്കി വെച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഒരു പ്ലേറ്റ് നമുക്ക് എടുക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു പ്ലേറ്റ് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാം. പക്ഷേ ആ സ്റ്റാൻഡിനൊരു കപ്പാസിറ്റി ഉണ്ട്. ആ സ്റ്റാൻഡിൽ ഇത്ര പ്ലേറ്റേ നമുക്ക് അടുക്കി വയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ആ ലിമിറ്റഡ് സൈസിനുള്ളിൽ നമ്മൾ ആ പ്ലേറ്റുകൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്ത സി ഡി പാക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അതും ഒരു അറേഞ്ച്മെന്റ് ആണ്. ഒന്നിനു മുകളിൽ ഒന്നായി സി ഡികൾ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം നമ്മളടുത്ത് എടുക്കാൻ പറഞ്ഞാൽ ടോപ്പിലിരിക്കുന്ന സി ഡിയെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഒരെണ്ണം ഇൻസെർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ടോപ്പിലേക്ക് നമുക്ക് ഒരെണ്ണം ഇൻസെർട്ട് ചെയ്യാനും സാധിക്കുകയുള്ളൂ അല്ലേ? ഇടയ്ക്കുന്ന ഒരു സി ഡി നമുക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇനി അടുത്തൊരു പിക്ചർ നോക്കൂ. ആ ക്യൂ എന്നുള്ള പിക്ചർ. ഇവിടെ എന്താണ്? വരിവരിയായി നിൽക്കുകയാണ്. നമുക്കറിയാം, ക്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ എവിടെ പോയാലും ക്യൂ പാലിക്കാറുണ്ട് അല്ലേ? അപ്പം പുതിയ ഒരാൾ വന്നാൽ ആ ക്യൂവിൻ്റെ എൻഡിലേക്ക് ആഡ് ചെയ്യും. ഇനി നമ്മൾ എന്താണ്? മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്ന ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ ATM-ലൊക്കെ ക്യൂ നിൽക്കാറുണ്ട് അല്ലെങ്കിൽ എവിടെ ആയാലും നമ്മൾ ക്യൂ എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഡെയിലി ലൈഫിൽ എപ്പോഴും കാണുന്നതാണ്. അപ്പം പുതിയ ആൾക്കാർ വരുമ്പോൾ നമ്മൾ പറയും ക്യൂവിൻ്റെ എൻഡിൽ നിൽക്കാനായിട്ട് അല്ലേ? ആദ്യമുള്ള ആൾക്കാരാണ് മുന്നേ പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കാണിച്ചിരിക്കുന്ന എന്താണ്? ഒരു അറേഞ്ച്മെൻ്റ് ആണ് അല്ലേ? ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഡേറ്റയെ സൂക്ഷിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? വെറുതെ ഒരു അറേഞ്ച്മെന്റും ഇല്ലാതെ കുറെ ടോയ്സ് വാരിക്കൂട്ടി ഇട്ടിരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും ഒരെണ്ണത്തിനെ കണ്ടുപിടിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? അതായത് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. പക്ഷെ നമ്മൾ ഒരു ഓർഡറിൽ അടുക്കി വെച്ചേക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്നൊരു ഡേറ്റയെ റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ ഡേറ്റ സൂക്ഷിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരുപാട് ഡേറ്റ കൊടുക്കുന്നുണ്ട്. ഈ ഡേറ്റ എല്ലാം കമ്പ്യൂട്ടർ മെമ്മറിയിലാണ് സൂക്ഷിക്കുന്നതെന്നും അറിയാം. അപ്പോൾ മെമ്മറിയിൽ ഈ ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ഒരു അടുക്കും ചിട്ടയോടും കൂടി അത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? കമ്പ്യൂട്ടറിന് ഡേറ്റ റിട്രീവ് ചെയ്യാൻ വളരെയധികം ഈസി ആയിരിക്കും. അങ്ങനെ പെട്ടെന്ന് ഡേറ്റ റിട്രീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ നേട്ടം? കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനക്ഷമത കൂടും അല്ലേ? ടൈം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു ഡേറ്റ ഇൻസെർട്ട് ചെയ്യുമ്പോഴും കമ്പ്യൂട്ടറിന് പെട്ടെന്ന് ഒരു ഡേറ്റ ഇൻസെർട്ട് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഡേറ്റ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റിൽ അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് വേണം ഡേറ്റ സൂക്ഷിക്കാൻ. അപ്പോൾ ഇവിടെയാണ് ഡേറ്റ സ്ട്രക്ചറിന്റെ പ്രസക്തി. അപ്പോൾ ഡേറ്റ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഡേറ്റയെ ഒരു പ്രത്യേക രീതിയിൽ അടുക്കും ചിട്ടയോടും കൂടി
ഓർഗനൈസ് ചെയ്ത് അതിനെ ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഡേറ്റ സ്ട്രക്ചറിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് പല പല കോൺസെപ്റ്റുകളുണ്ട്, 1 by 1 ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ വാട്ട് ഈസ് ഡേറ്റ സ്ട്രക്ചർ, എന്താണ് ഡേറ്റ സ്ട്രക്ചർ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്താണ് അതിൻ്റെ ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക? It is a particular way of organizing similar or dissimilar logically related data items which can be processed as a single unit. അതായത് സിമിലർ ആയിട്ടോ ഡിസിമിലർ ആയിട്ടോ ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഐറ്റത്തെ ഒരു പ്രത്യേക രീതിയിൽ ഓർഗനൈസ് ചെയ്യുകയും അവയെ ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി പ്രോസസ്സ് ചെയ്യാനും സഹായിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഡേറ്റ സ്ട്രക്ചർ. അപ്പോൾ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ ഡേറ്റകളെ ഓർഗനൈസ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ സ്ട്രക്ചർ. ഡേറ്റ സ്ട്രക്ചറിനെ പലതായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ സ്ട്രക്ചർ ക്ലാസിഫൈഡ് ഇൻറ്റു സിമ്പിൾ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചർ. ഇത് രണ്ടും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സിമ്പിൾ ഡേറ്റ സ്ട്രക്ചറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അരേയും സ്ട്രക്ചറും. ഇത് രണ്ടും നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അരേ എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം പഠിച്ചു, സ്ട്രക്ചർ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. അരേ ആൻഡ് സ്ട്രക്ചർ ആർ സിമ്പിൾ ഡേറ്റ സ്ട്രക്ചർ. ഈ സിമ്പിൾ ഡേറ്റ സ്ട്രക്ചറിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മറ്റ് ഡേറ്റ സ്ട്രക്ചറാണ് കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചർ. കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു ലീനിയർ ആൻഡ് നോൺ ലീനിയർ. അതിൽ ലീനിയർ ഡേറ്റ സ്ട്രക്ചറിൽ വരുന്ന 3 ആൾക്കാരാണ് സ്റ്റാക്ക്, ക്യൂവ്, ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ ഈ സ്റ്റാക്ക്, ക്യൂവ്, ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വളരെ വിശദമായി പഠിക്കുന്നത്. അടുത്ത നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചറിലെ കാറ്റഗറിയിൽ വരുന്നവരാണ് ട്രീയും ഗ്രാഫും. ഇത് നമ്മൾ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോഴാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് വിശദമായി പഠിക്കുന്ന എന്താണ്? ലീനിയർ ഡേറ്റ സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഏതൊക്കെയാണ് ലീനിയർ ഡേറ്റ സ്ട്രക്ചർ? സ്റ്റാക്ക്, ക്യൂവ്, ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ ഇതാണ് ഡേറ്റ സ്ട്രക്ചറിന്റെ ക്ലാസിഫിക്കേഷൻ. സിമ്പിൾ ഡേറ്റ സ്ട്രക്ചർ, കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചർ. സിമ്പിൾ ഡേറ്റ സ്ട്രക്ചർ അഗൈൻ ക്ലാസിഫൈഡ് ഇൻറ്റു അരേ ആൻഡ് സ്ട്രക്ചർ. അരേ എന്താണെന്ന് നമുക്കറിയാം, സീക്വൻഷ്യൽ മാനറിൽ സെയിം ടൈപ്പ് ഓഫ് എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ അരേ ഉപയോഗിക്കുക. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ഐറ്റംസ് ആണ് സ്ട്രക്ചറിൽ വരുന്നത്. കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചറിൽ അഗൈൻ ക്ലാസിഫൈഡ് ഇൻറ്റു ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ലീനിയർ ഡേറ്റ സ്ട്രക്ചർ അഗൈൻ ക്ലാസിഫൈഡ് ഇൻറ്റു സ്റ്റാക്ക്, ക്യൂവ് ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ്. നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ അഗൈൻ ക്ലാസിഫൈഡ് ഇൻറ്റു ട്രീ ആൻഡ് ഗ്രാഫ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ വിശദമായി പഠിക്കുന്ന എന്തൊക്കെയാണ്? സ്റ്റാക്ക്, ക്യൂവ്, ലിങ്ക്ഡ് ലിസ്റ്റ്. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വിശദമായി പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട ഒരു ടേമാണ് ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. എന്താണ് ലീനിയർ ഡേറ്റ സ്ട്രക്ചർ? അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. അപ്പം നിങ്ങൾക്ക് സംശയം തോന്നുന്നു എന്താണ് ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്ന്. അപ്പോൾ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് യൂസിങ് എ സീക്വൻഷ്യൽ മെമ്മറി ലൊക്കേഷൻ. അതായത് സീക്വൻഷ്യൽ ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ് ഉപയോഗിക്കുന്ന ഡേറ്റ സ്ട്രക്ചറുകളാണ് ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. സീക്വൻഷ്യൽ മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ അല്ലേ. ഇപ്പോൾ അരേ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ലീനിയർ ഡേറ്റ സ്ട്രക്ചറിൽ നമുക്ക് പഠിക്കുന്നതാണ്. അതായത് എന്താണ്? അടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷനാണ് അരേ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ? നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് എലമെന്റ്സ് ഡു നോട്ട് ഫോം എനി സീക്വൻസ് ഇൻ മെമ്മറി. ഹിയർ എലമെന്റ്സ് ആർ സ്റ്റോർഡ് ഇൻ റാൻഡം മെമ്മറി ലൊക്കേഷൻ. ഇവിടെ മെമ്മറി ലൊക്കേഷൻ ഒരു സീക്വൻഷ്യൽ മാനർ ഉണ്ടായിരിക്കില്ല. പകരം റാൻഡം ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ലീനിയർ ഡേറ്റ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ മെമ്മറി അലോക്കേഷൻ ഡേറ്റ സ്ട്രക്ചേഴ്സ് മേ ബി ക്ലാസിഫൈഡ് ആസ് സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചർ ആൻഡ് ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ. അപ്പോൾ തൊട്ട് മുന്നേ ടീച്ചർ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഡേറ്റ സ്ട്രക്ചറിനെ സിമ്പിൾ എന്നും കോമ്പൗണ്ട് എന്നും പറഞ്ഞു. അതിന് പോലെ തന്നെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്ത് ഡേറ്റ സ്ട്രക്ചറിനെ സ്റ്റാറ്റിക് എന്നും ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൂടെ നമുക്ക് നോക്കിയിട്ട് പോകാം. സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിക് എന്നുള്ള പേര് നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കേട്ടതാണ് സ്റ്റാറ്റിക്. അതായത് മെമ്മറി ഈസ് അലോക്കേറ്റഡ് ബിഫോർ ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. പ്രോഗ്രാം എക്സിക്യൂഷന് മുന്നേ മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അവയെ നമ്മൾ സ്റ്റാറ്റിക് എന്നുള്ള ടേം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു അല്ലേ. ദ മെമ്മറി സ്പേസ് വിൽ ബി ഫിക്സഡ് ത്രൂ ഔട്ട് ദി എക്സിക്യൂഷൻ. ഡേറ്റ സ്ട്രക്ചേഴ്സ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് അരേ ആർ സ്റ്റാറ്റിക് ഇൻ നേച്ചർ. അതായത് പ്രോഗ്രാമുകൾ എക്സിക്യൂഷൻ ചെയ്യുന്നതിന് മുന്നേ മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയും
ആ അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി ഫിക്സഡ് ആയിരിക്കും. നമ്മൾ അരയുടെ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അരയുടെ സൈസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലേ, അരയുടെ സൈസ് 10 ആണ് അല്ലെങ്കിൽ 20 ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ഫിക്സഡ് ആണ്. അങ്ങനെയുള്ള ഡേറ്റാ സ്ട്രക്ചറുകളാണ് സ്റ്റാറ്റിക് ഡേറ്റാ സ്ട്രക്ചർ. ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചർ എന്താണ്? മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിങ് എക്സിക്യൂഷൻ ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നു. ഡേറ്റാ സ്ട്രക്ചേഴ്സ് ഇംപ്ലിമെന്റഡ് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ് ആർ ഡൈനാമിക് ഇൻ നേച്ചർ. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ദ സൈസ് ഓഫ് ദി കളക്ഷൻ വിൽ ബി സ്പെസിഫൈഡ് ഇൻ അഡ്വാൻസ്. അതായത് നമുക്ക് വിൽ നോട്ട് ബി സ്പെസിഫൈഡ് ഇൻ അഡ്വാൻസ്. അതായത് ഇതിൽ എത്ര കളക്ഷൻ വേണ്ടി വരും അല്ലെങ്കിൽ എത്ര മെമ്മറി ലൊക്കേഷൻ വേണ്ടി വരും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാനായിട്ട് സാധിക്കുന്നില്ല. എക്സിക്യൂഷൻ ടൈമിലാണ്, ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡേറ്റാ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന രീതിയെ ബേസ് ചെയ്ത് ഡേറ്റാ സ്ട്രക്ചേഴ്സിനെ സ്റ്റാറ്റിക് എന്നും ഡൈനാമിക് എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. എന്തൊക്കെയാണ്? ഡേറ്റാ സ്ട്രക്ചറിനെ സിമ്പിൾ എന്നും കോമ്പൗണ്ട് ഡേറ്റാ സ്ട്രക്ചർ എന്നും പഠിച്ചു. അതുപോലെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിൻ്റെ രീതിയെ ബേസ് ചെയ്ത് എന്താണ് സ്റ്റാറ്റിക് ഡേറ്റാ സ്ട്രക്ചർ എന്നും ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചർ എന്നും പഠിച്ചു. നെക്സ്റ്റ് പറയുന്നത് ഓപ്പറേഷൻസ് ഓൺ ഡേറ്റാ സ്ട്രക്ചർ. ഡേറ്റാ സ്ട്രക്ചറിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഓപ്പറേഷനുകൾ ഏതൊക്കെയാണ്? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഓപ്പറേഷനുകളാണ്. ട്രാവേഴ്സിങ് നമ്മൾ അരേ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. വിസിറ്റിംഗ് ഓൾ എലമെന്റ്സ് ഇൻ എ ഡേറ്റാ സ്ട്രക്ചർ. ഒരു ഡേറ്റാ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ അരയിലെ എല്ലാ എലമെന്റുകളെയും വിസിറ്റ് ചെയ്താൽ വിളിക്കുന്ന പേരെന്താണ്? ട്രാവേഴ്സിങ് അല്ലേ. അതുപോലെ സെർച്ചിങ് എന്താണ്? ഇതിനകത്തൊരു എലമെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുക. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ലൊക്കേഷൻ ഓഫ് എ പെർട്ടിക്കുലർ എലമെന്റ് ഇൻ എ ഡേറ്റാ സ്ട്രക്ചർ. ഒരു ഡേറ്റാ സ്ട്രക്ചറിൽ ഒരു പ്രത്യേക ലൊക്കേഷനിൽ ആ എലമെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ലൊക്കേഷൻ എന്താണ് എന്ന് കണ്ടുപിടിക്കുക. ജസ്റ്റ് സെർച്ചിങ്. ഇൻസർട്ടിങ് എന്തായിരിക്കും? വളരെ ഈസി. ന്യൂ ഡേറ്റ ഈസ് ആഡഡ് അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ് ഇൻ എ ഡേറ്റാ സ്ട്രക്ചർ. അതായത് പുതിയ ഒരു ഐറ്റത്തെ ആഡ് ചെയ്യുക, ഇൻസർട്ട് ചെയ്യുക. ഡിലീറ്റിംഗ് എന്തായിരിക്കും? ഒരു പെർട്ടിക്കുലർ എലമെന്റിനെ റിമൂവ് ചെയ്യുക. സോർട്ടിംഗ് എന്ന് പറയുന്ന ടൈം എന്തായിരിക്കും? ഒരു സ്പെസിഫിക് ഓർഡറിൽ ഈ എലമെന്റ്സുകളെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഒന്നുകിൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ അല്ലേ. ഏതെങ്കിലും ഒരു ഓർഡറിൽ ഈ എലമെന്റ്സുകളെ അറേഞ്ച് ചെയ്യുക. അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും നിങ്ങൾക്ക് അറിയാം. അസെൻഡിങ് എന്ന് പറയുന്നത് ചെറുതാദ്യം പിന്നെ അതിൽ വലുത് അങ്ങനെ പോകുന്നത്. ഡിസെൻഡിങ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലുത് ആദ്യം എഴുതും, പിന്നെ ചെറുത്, അതിൽ ചെറുത്, ആ രീതിയിൽ ഓർഡർ ചെയ്ത് വയ്ക്കും. അടുത്ത മെർജിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 ഡേറ്റാ സ്ട്രക്ചറിനെ എന്ത് ചെയ്യാണ്? കമ്പൈൻ ചെയ്ത് ഒരു പുതിയൊരു ഡേറ്റാ സ്ട്രക്ചർ ഫോം ചെയ്യിക്കുക അല്ലേ. പ്രോസസ് ഓഫ് കമ്പൈനിങ് എലമെന്റ്സ് ഓഫ് 2 sorted ഡേറ്റാ സ്ട്രക്ചേഴ്സ് ടു ഫോം എ ന്യൂ വൺ. 2 സോർട്ട് ചെയ്ത ഡേറ്റാ സ്ട്രക്ചറിനെ കമ്പൈൻ ചെയ്ത് പുതിയ ഒരെണ്ണത്തിനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ദീസ് ആർ ദി ഓപ്പറേഷൻസ് ഓൺ ഡേറ്റാ സ്ട്രക്ചേഴ്സ്: ട്രാവേഴ്സിംഗ്, സെർച്ചിങ്, ഇൻസർട്ടിംഗ്, ഡിലീറ്റിംഗ്, സോർട്ടിംഗ് ആൻഡ് മെർജിങ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ഡേറ്റാ സ്ട്രക്ചർ, ഡേറ്റാ സ്ട്രക്ചറിൻ്റെ ആവശ്യകത എന്താണ്, ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡേറ്റാ സ്ട്രക്ചർ, ഓപ്പറേഷൻസ് ഓൺ ഡേറ്റാ സ്ട്രക്ചർ. ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ, താങ്ക് യു.